എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഹരിപ്പാട്. തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുമെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാർ നന്നായി ശ്രദ്ധിക്കാറുണ്ടെന്നാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇക്കുറിയും ശക്തമായ പോരാട്ടം തന്നെയാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. 5 തവണ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല ഇത്തവണ പോരിനിറങ്ങുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ച ചെന്നിത്തല മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചാരണം ശക്തമാക്കുന്നത്. നിങ്ങളിക്കുന്ന ഈ റോഡ് തോടായിരുന്നു പണ്ട്. ഇവിടെ ഒരു മനോഹരമായി റോഡും പാലും ഒക്കെ നിർമ്മിച്ച പിന്നെ ആരാണ് ഈ നാട്ടിൽ? ഞാൻ പ്രതിപക്ഷത്തായിരുന്നു, 10 വർഷമായിട്ട് പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്തു. ഹരിപ്പാടിൽ മെഡിക്കൽ കോളേജ് ഇവിടെയാണ് 25 ഏക്കർ സ്ഥലം എടുത്തിട്ടിരിക്കുക. ഇടതുമുന്നണി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. UDF എന്നാൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാണ്. രമേശ് ചെന്നിത്തലയുടെ UDF ആധിപത്യം പുലർത്തുന്ന മണ്ഡലത്തിൽ പക്ഷേ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇടത്തേക്കും മണ്ഡലം ദിശ മാറി സഞ്ചരിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം. LDFൽ CPIയുടെ സീറ്റാണ് ഹരിപ്പാട്. ഇക്കുറി യുവ നേതാവ് TT ജിസ്മോനെയാണ് മണ്ഡലം തിരികെ പിടിക്കാനായി LDF അവതരിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലുണ്ടായ വികസനം ഹരിപ്പാട് ഉണ്ടായിട്ടില്ല എന്നതാണ് LDFന്റെ മുഖ്യ പ്രചാരണ ആയുധം. കഴിഞ്ഞ 15 വർഷക്കാലമായി ഹരിപ്പാട് നേരിടുന്ന വികസന മുരടിപ്പ്, ആ വികസന മുരടിപ്പ് കേരളത്തിലെമ്പാടും LDF ഗവൺമെൻറ് വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും അതിൻ്റെ ആനുകൂല്യം ഈ മണ്ഡലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകളിലാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ശോഭ നേടിയത് 47,000-ന് മുകളിൽ വോട്ടുകളാണ്. ഇതോടെ LDFനെ പിന്തള്ളി മണ്ഡലത്തിൽ രണ്ടാമതെത്താനും NDAക്ക് കഴിഞ്ഞിരുന്നു. ഇക്കുറി സന്ദീപ് വചസ്പതി ജനവിധി തേടുമ്പോൾ അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും NDAയും ലക്ഷ്യം വെക്കുന്നില്ല. ഹരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അട്ടിമറിയാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹരിപ്പാട് നിലവിലുള്ള MLAക്കെതിരായ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ഭരണവിരുദ്ധ വികാരവും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസിയും ഇവിടെ ഹരിപ്പാടിന് അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങളുടെ അഭാവവും ഒക്കെയായിട്ട് വലിയ ജനവികാരം MLAക്കെതിരെയുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വികാരമാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ആധിപത്യമായിരുന്നു മണ്ഡലത്തിൽ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 7 ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും UDF ഭരണത്തിലാണ്. 2ഇടത്ത് മാത്രമാണ് LDFന് മേൽക്കൈ, ഒരിടത്ത് NDAയും. എങ്കിലും LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം തീരെ ചെറുതാണ്. LDFിനേക്കാൾ 2466 വോട്ട് മാത്രമാണ് UDFന് കൂടുതലായുള്ളത്. വിജയമുറപ്പിച്ച് 3 മുന്നണികളും പോരാട്ടം ഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുറി മണ്ഡലത്തിൽ നടക്കുന്നത് തീപാറുന്ന തിരഞ്ഞെടുപ്പ് അംഗം തന്നെയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.